2019 ഒക്ടോബർ മാസം 7 ഫ്ലോറിഡ USA ഫോർട്ട് മയേഴ്സ് നഗരത്തിൽ 36 വയസ്സുള്ള മെലീസ മാർട്ടിനസ് ഒരു സ്പാ നടത്തുകയായിരുന്നു. സമയം രാവിലെ 8:30-നും 9-നും ഇടയിൽ. ഇപ്പൊ മെലീസ അവളുടെ സ്പായിലെ അതേ തെരുവിൽ ഒരു റോഡിന്റെ അരികിലൂടെ വളരെ വേഗത്തിൽ ദേഷ്യത്തോടു കൂടി നടക്കുകയായിരുന്നു. ഇത് ആ റോഡിന് അടുത്ത് പാർക്ക് ചെയ്തിരുന്ന ഒരു കാർ സൈഡ് മിറർ വഴി ആ കാറിനുള്ളിൽ ഉണ്ടായിരുന്ന വ്യക്തി കാണുന്നുണ്ടായിരുന്നു. ആ വഴി നടന്നു വന്നുകൊണ്ടിരുന്ന മെലീസ ആ കാറിന് അടുത്തെത്തിയപ്പോൾ അകത്തുണ്ടായിരുന്ന ആ വ്യക്തി തന്റെ കൈകൾ പുറത്തേക്കിട്ട് മെലീസയെ തടഞ്ഞു. മാത്രമല്ല ആ ഒരു വ്യക്തി മെലീസയുമായി സംസാരിക്കാനും ശ്രമിച്ചു. പക്ഷേ ടെൻഷനിൽ അവൻ അവളോട് ദേഷ്യത്തിൽ സംസാരിച്ചു. അത് അവന് വീണ്ടും ദേഷ്യം പിടിപ്പിച്ചു. അതുകൊണ്ട് ആ വ്യക്തി കാറിൽ നിന്നും ഇറങ്ങി അവളോട് ക്രൂരമായി പെരുമാറാൻ തുടങ്ങി. അവൻ അവളുടെ കരണത്ത് പല തവണ അടച്ചു. അവളുടെ കഴുത്ത് ഞെരിക്കാൻ തുടങ്ങി. വേദന സഹിക്കാൻ കഴിയാതെ അവൾ സഹായത്തിനായി നിലവിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവളുടെ കഴുത്തവൻ മുറുകെ പിടിച്ചിരുന്നതിനാൽ അവളെ കൊണ്ട് നിലവിളിക്കാൻ പോലും സാധിച്ചില്ല. അതൊരു പകൽ സമയമായിരുന്നിട്ട് കൂടിയും റോഡിൽ കുറച്ചാളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആരും അവനെ തടയാനും വന്നില്ല. എന്നാൽ അകലെയുള്ള ചിലർ ഇത് കണ്ടു. ഉടൻ തന്നെ 911 എന്ന നമ്പറിലേക്ക് വിളിച്ചു. അങ്ങനെ അവൻ അറ്റാക്ക് ചെയ്തതിൽ മെലീസയുടെ മുഖത്തും പല സ്ഥലങ്ങളിലും പരിക്കേറ്റു. അവളുടെ മൂക്ക് പൊട്ടി, ചുണ്ടുകൾ മുറിഞ്ഞ് രക്തം വരാൻ തുടങ്ങി. അതേസമയം ആ ഒരു വ്യക്തി മെലീസയെ കാറിനുള്ളിലേക്ക് തള്ളിക്കയറ്റാൻ ശ്രമിച്ചു. ഇപ്പോൾ അവർക്കുള്ളിൽ ആ ഒരു പോരാട്ടം വർദ്ധിച്ചു. അവളുടെ വസ്ത്രം കീറാൻ തുടങ്ങി. അതേസമയം അയാൾ കാർ ശരിയായി പാർക്ക് ചെയ്യാത്തതിനാൽ അത് പിന്നിലേക്ക് നീങ്ങാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ അയാൾ കാറിനെ നിയന്ത്രിക്കാൻ മെലീസയെ ഒന്ന് തള്ളി. ആ ഒരു സെക്കൻഡ് വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ച മെലീസ ഉടനെ എഴുന്നേറ്റ് അടുത്തുണ്ടായിരുന്ന ഒരു കടക്കരികിലേക്ക് ഓടി. മെലീസ ആ വ്യക്തിയിൽ നിന്നും രക്ഷപ്പെട്ടതിനാൽ അയാളും കാർ എടുത്തുകൊണ്ട് അവിടെ നിന്ന് വളരെ വേഗത്തിൽ പോകുന്നു. ആ സെക്കൻഡ് അവന്റെ പക്കൽ നിന്നും രക്ഷപ്പെട്ട മെലീസയ്ക്ക് അറിയില്ലായിരുന്നു അവൾ എത്ര വലിയ ആപത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത് എന്ന്. ഇതൊരു അറ്റാക്ക് കേസ് ആണെന്ന് വളരെ നിസ്സാരമായി കരുതിയ പോലീസുകാർക്ക് അന്ന് രാത്രി തന്നെ അവൻ എത്ര വലിയ ക്രൂരനാണെന്ന സത്യം മനസ്സിലായി. കൂടാതെ ആ ഒരു ദിവസം അവരുടെ കരിയറിലെ മറക്കാനാകാത്തൊരു ദിവസമായി തന്നെ മാറി. അങ്ങനെ 2009 ഒറ്റ ദിവസത്തിൽ വ്യത്യസ്ത പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സംഭവിച്ച വ്യത്യസ്തമായ ഒരു സൈക്കോ കേസിനെ കുറിച്ചാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ഇപ്പോൾ ആദ്യഘട്ട അന്വേഷണത്തിനായി പോലീസ് ഓഫീസർ മെലീസയുടെ അടുത്തേക്ക് പോയി. അവൾ ചികിത്സയ്ക്ക് ശേഷം വിശ്രമിക്കുകയായിരുന്നു. അതുകൊണ്ട് അവളുടെ സുഹൃത്തായ എമി ആയിരുന്നു പോലീസിനോട് അവിടെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഈ സംഭവം നടന്ന അതേ സമയം എമിയും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ അറ്റാക്കറിന്റെ ഉപദ്രവത്തെ കണ്ട് ഭയന്ന് മറ്റുള്ളവരെ പോലെ എമിയും 911ലേക്ക് കോൾ ചെയ്തിട്ട് അവിടെ നിൽക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അവിടെ നടന്ന സംഭവങ്ങളെല്ലാം അവൾ കൃത്യമായി പോലീസിനോട് പറഞ്ഞത്. അവൾ പറഞ്ഞ പ്രസ്താവനയിൽ നിന്നും ഈ കേസ് സോൾവ് ചെയ്യാനുള്ള 2 പ്രധാനപ്പെട്ട സൂചനകൾ പോലീസിന് ലഭിച്ചു. ആദ്യത്തെ സൂചനയെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. രണ്ടാമത്തെ സൂചന, അയാളുടെ കാർ കറുത്ത നിറത്തിലുള്ള നിസാൻ വേഴ്സ കാറായിരുന്നു. കാറിന്റെ രജിസ്ട്രേഷൻ നമ്പർ വ്യക്തമായില്ലെങ്കിൽ കൂടിയും ഈ അറ്റാക്കിനെ കുറിച്ചും അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഈ കാറിന്റെ അപ്പിയറൻസ്, ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം തൊട്ടടുത്തുള്ള മറ്റ് പാട്രോൾ ഓഫീസേഴ്സിനെല്ലാം കൈമാറി. എന്നിട്ട് എല്ലാവരെയും അലേർട്ട് ചെയ്തു. ഇങ്ങനെ അല്പസമയത്തിൽ തന്നെ അറ്റാക്ക് നടന്ന ആ സ്ഥലത്ത് നിന്നും വെറും 2 സ്ട്രീറ്റ് മാറി ഒരു റെസ്റ്റോറന്റിന്റെ പാർക്കിങ്ങിൽ അതേ കാർ നിൽക്കുന്നത് അവിടെ ഉണ്ടായിരുന്നൊരു പോലീസുകാരൻ കണ്ടു. കൂടെ തന്നെ കാറിനുള്ളിൽ ഷർട്ട് ഇല്ലാതെ മുഖത്ത് ചെറിയ ചെറിയ മുറിവുകളുമായി ഡ്രൈവർ സീറ്റിൽ ഒരു വ്യക്തി ഇരിക്കുന്നതും കണ്ടു. ഇപ്പോൾ കണ്ട ഓഫീസർ പതിയെ ആ കാറിനടുത്തേക്ക് നടന്നു. ഹേ മിസ്റ്റർ, ഇവിടെ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. പകരം അവൻ ഒരു ഫ്രണ്ടിനെ കാണാനായാണ് ഇവിടെ കാത്തിരിക്കുന്നത് എന്ന് വളരെ കൂളായി മറുപടി പറഞ്ഞു. പക്ഷേ ആ ഓഫീസർ എന്തുകൊണ്ടാണ് അവിടെ വന്നത് എന്ന് അവന് മനസ്സിലായ അടുത്ത സെക്കൻഡ് തന്നെ അവന്റെ കാർ എടുത്തുകൊണ്ട് വളരെ വേഗത്തിൽ അവിടെ നിന്നും പോകുന്നു. ആ ഓഫീസറും അവനെ കാറിൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ പോലീസിന്റെ കണ്ണിലകപ്പെടാതെ അവൻ എങ്ങനെയോ രക്ഷപ്പെട്ടു. ഇപ്പൊ പോലീസുകാർ വീണ്ടും അവനെ തിരയാൻ തുടങ്ങി. ഇങ്ങനെ ഇവനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് പോലീസ് ടീമിന് 2 എമർജൻസി 911 കോളുകൾ ലഭിച്ചു. അതിലൂടെ
ഇപ്പോൾ തങ്ങൾ അന്വേഷിക്കുന്ന ഈ ഒരു കേസ് ഒരു സാധാരണ കേസ് അല്ല എന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ പോലീസിനെ വിളിച്ച സ്കോട്ട് എന്ന വ്യക്തി വളരെ പരിഭ്രാന്തിയോടുകൂടി പോലീസിനോട് പറഞ്ഞു, ഒരല്പസമയത്തിന് മുൻപാണ് എൻ്റെ ഫിയാൻസിയായ ഡയൻ ജോലി ചെയ്യുന്ന ഓഫീസിൽ നിന്നും എനിക്കൊരു കോൾ വന്നത്. അതിൽ സംസാരിച്ചവർ പറഞ്ഞത് ഡയൻ ഇന്ന് ജോലിക്ക് വന്നില്ല എന്നാണ്. പക്ഷേ ഡയൻ അന്ന് രാവിലെ തന്നെ ജോലിക്ക് പോയതാണ്. അതുപോലെ അവളുടെ മൊബൈലിലേക്ക് ഞാൻ ഫോൺ ചെയ്ത് നോക്കി, അപ്പോൾ അത് സ്വിച്ച് ഓഫ് ആയിരുന്നു. അതുകൊണ്ട് അവളെ കാണാനില്ല എന്നൊരു മിസ്സിംഗ് പരാതിയാണ് അയാൾ നൽകിയത്. ഉടൻ തന്നെ കംപ്ലൈന്റ് എടുത്ത പോലീസുകാർ ഒരു വശത്തുകൂടെ ഈ ഒരു കേസും അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ ആ ഏരിയയിലുള്ള CCTV ഫൂട്ടേജസ് പരിശോധിക്കുമ്പോൾ ഡയൻ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് അവൾ ഒരു കറുത്ത നിറത്തിലുള്ള നിസാൻ കാറിൽ കയറിപ്പോകുന്നതും കാണുന്നു. ഇപ്പോൾ പോലീസിന്റെ മുഴുവൻ ശ്രദ്ധയും ഈ കാറിലേക്ക് തിരിഞ്ഞു. അതേസമയം തന്നെ 911 നിന്നും മറ്റൊരു കോൾ വന്നു. അതിൽ സംസാരിച്ചയാൾ പറഞ്ഞത് എൻ്റെ പേര് ജോഷുവ എന്നാണ്. അല്പസമയത്തിന് മുൻപാണ് എനിക്കറിയാവുന്ന വ്യക്തി എൻ്റെ കടയിലേക്ക് വന്നത്. അയാളുടെ കൈകളിൽ രക്തക്കറയുണ്ടായിരുന്നു. അയാൾ ആരോ 2 സ്ത്രീകളെ കൊന്നതായും ഉടൻ തന്നെ ഈ നാട് വിട്ട് രക്ഷപ്പെടാൻ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് അറേഞ്ച് ചെയ്യണമെന്നും തന്നോട് ആവശ്യപ്പെട്ടു. ഇങ്ങനെ പോലീസിനോട് പറഞ്ഞു. ഇത് കേട്ട് ഞെട്ടിപ്പോയ പോലീസ് ടീം ഒരല്പസമയം പോലും പാഴാക്കാതെ ഇപ്പൊ ഫോൺ വിളിച്ച് ആ വ്യക്തിയുടെ കടയിലേക്ക് പോകുന്നു. അങ്ങനെ ആ കട റീച്ച് ചെയ്തതും ആ കടയ്ക്ക് പുറത്ത് പാർക്ക് ചെയ്തിരുന്ന കറുത്ത നിറത്തിലുള്ള നിസാൻ കാർ കണ്ട് ഞെട്ടുന്നു. അത് കണ്ട ഉടൻ തന്നെ ഈ പോലീസുകാർ കടയ്ക്കുള്ളിലേക്ക് കയറുന്നു. നിങ്ങളാണോ പോലീസിനെ വിളിച്ചത്? പറയൂ, കയ്യിൽ രക്തക്കറയുമായി വന്ന ആ വ്യക്തി ആരാണ്? അവന്റെ പേരെന്താണ്? ഇപ്പോ കടയിലുണ്ടായിരുന്ന വ്യക്തി പറഞ്ഞത് അവന്റെ പേര് വേഡ്സ് വിൽസൺ എന്നാണ്. രാവിലെ മിലീസിയെ അറ്റാക്ക് ചെയ്തതും ഇതുപോലെ ഒരു കറുത്ത നിറത്തിലുള്ള ഒരു വ്യക്തി തന്നെയാണ്. കാണാതായ ഡയനും ഇതുപോലെ കറുത്ത നിറത്തിലുള്ള ഒരു കാറിലാണ് കയറിപ്പോയത്. ഇതൊക്കെ ചിന്തിച്ച പോലീസ് അവിടെ പാർക്ക് ചെയ്തിരുന്ന ആ കറുത്ത നിറത്തിലുള്ള കാറിൽ നിന്നും എന്തെങ്കിലും തെളിവുകൾ ലഭിക്കുമോ എന്ന് തിരയാൻ തുടങ്ങി. അപ്പോഴാണ് ആ കാറിനുള്ളിലെ സീറ്റിൽ അവിടെയായി രക്തത്തുള്ളികൾ ഉള്ളത് കാണുന്നു. കൂടാതെ ആ കടയിലുള്ള CCTV ദൃശ്യങ്ങളിൽ നിന്നും സംശയിക്കപ്പെടുന്ന ആ വ്യക്തിയുടെ മുഖം അവർക്ക് നന്നായി കാണാൻ സാധിച്ചു. ഉടൻ തന്നെ അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് പോയി. കൂടാതെ അവിടെ നിന്ന് ആ കാറിന്റെ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ച് കാർ അവൻ്റെതാണോ എന്ന് പരിശോധിച്ചു. എന്നാൽ അത് അതേ നാട്ടിലെ 35 വയസ്സുള്ള ക്രിസ്റ്റിൻ മെൽട്ടൺ എന്ന മറ്റൊരു സ്ത്രീയുടെ പേരിൽ രജിസ്റ്റർ ആയിട്ടുണ്ട് എന്ന് മനസ്സിലായി. ഇപ്പോഴാണ് പോലീസിന് ഒരു സംശയം വരുന്നത്. വേഡ് സ്റ്റീവൻ 2 പെൺകുട്ടികളെ കൊന്നതായി ജോഷിയോട് പറഞ്ഞല്ലോ. അതിൽ ഒരു പെൺകുട്ടി കാണാതായ ഡയൻ ആണെങ്കിൽ അവൻ കൊന്ന ആ 2ാമത്തെ പെൺകുട്ടി അതൊരു പക്ഷെ കാറിന്റെ ഓണർ ആയിരിക്കുമോ എന്ന സംശയത്തിൽ പോലീസ് ഉടൻ തന്നെ കാർ ഓണറായ ക്രിസ്റ്റിന്റെ വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ പോയ പോലീസ് ഒരുപാട് സമയം കോളിംഗ് ബെൽ അടിച്ചു. എന്നാൽ അകത്തു നിന്ന് യാതൊരു മറുപടിയും വന്നില്ല. ഇപ്പോ വീടിന്റെ ഡോർ നോബ് തുറന്നപ്പോൾ ആ വാതിൽ പൂട്ടിയിട്ടില്ലായിരുന്നു, അത് ഓപ്പൺ ആയിരുന്നു. അങ്ങനെ വീടിനുള്ളിലേക്ക് കയറിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കയറിയ ഉടൻ തന്നെ രക്തത്തിന്റെ ഒരു ഗന്ധം വരാൻ തുടങ്ങി. കൂടാതെ ആ വീട് മുഴുവനും സാധനങ്ങൾ ചിതറിക്കിടക്കുന്നത് കണ്ടപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് അവർക്ക് ഏറെക്കുറെ മനസ്സിലായി. ഒരു സംശയത്തോടു കൂടി അവർ അവിടെയുള്ള ഒരു മുറിക്കുള്ളിലേക്ക് പ്രവേശിച്ചു. അവിടെയും ഇവിടെയും ചിതറിക്കിടക്കുന്ന വസ്തുക്കളായിരുന്നു മുറിക്കുള്ളിൽ. കൂടാതെ ആ മുറിയുടെ മൂലയ്ക്കായി ഒരു കൂട്ടം വസ്ത്രവും ബെഡ്ഷീറ്റും എല്ലാം ഒരു മല പോലെ കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ പോലീസുകാരുടെ മനസ്സിൽ എന്തോ ഒന്ന് തോന്നാൻ തുടങ്ങി. അങ്ങനെ അവർ ചിന്തിച്ചത് അവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന ആഗ്രഹത്തോടു കൂടി അവിടെ ഉണ്ടായിരുന്ന ഈ വസ്ത്രങ്ങളെല്ലാം ഓരോന്നായി മാറ്റാൻ തുടങ്ങി. പക്ഷേ നിർഭാഗ്യവശാൽ കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അവർ എന്താണോ കാണാൻ ആഗ്രഹിക്കാത്തത് കൃത്യം അതേ കാര്യം തന്നെയാണ് അവർ കണ്ടത്. അതെ, പോലീസ് അവിടെ കണ്ടത് കാറിന്റെ ഓണറായ ക്രിസ്റ്റിന്റെ ഡെഡ് ബോഡി ആയിരുന്നു. ഇപ്പൊ ക്രൈം സീൻ പോലീസ് സീൽ ചെയ്തു. ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാനും അയച്ചു. ഫോറൻസിക് സംഘത്തെ വരാൻ ആവശ്യപ്പെട്ട് അവിടെ നിന്നും എന്തെങ്കിലും തെളിവുകൾ ലഭിക്കുമോ എന്ന് നോക്കി. ആ വീടിനുള്ളിൽ ഫോഴ്സ്ഡ് എൻട്രിയുടെ യാതൊരു തെളിവുമില്ലായിരുന്നു. മാത്രവുമല്ല വീട് മുഴുവൻ തിരഞ്ഞിട്ട് കൂടിയും ക്രിസ്റ്റീന്റെ മൊബൈൽ ഫോൺ അവിടെ എവിടെയും ലഭിച്ചില്ല. എന്നാൽ ക്രൈം സീനിൽ നിന്നും രക്തക്കറയുള്ള ഒരു ഇരുമ്പ് റോഡ് കിട്ടി. ഇപ്പൊ ക്രിസ്റ്റീൻ മരിച്ച ഇക്കാര്യം പോലീസ് അവരുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാം അറിയിച്ചു. ഇക്കാര്യം അറിഞ്ഞ ക്രിസ്റ്റീന്റെ ഹൈസ്കൂൾ സുഹൃത്തായ സ്റ്റെഫ്നി എന്ന പെൺകുട്ടി ഉടൻ തന്നെ അവിടെ വരുന്നു. ചെറിയ പ്രായം മുതലേ തൻ്റെ കൂടെ കളിച്ചു വളർന്ന സുഹൃത്ത് ഇപ്പോൾ ജീവനോടില്ല എന്ന് അറിഞ്ഞതും അവൾക്ക് വല്ലാത്ത ദുഃഖം തോന്നി, കരയാൻ തുടങ്ങി. കൂടാതെ പോലീസ് അവളോട് ചോദിച്ചപ്പോഴാണ് സ്റ്റെഫാനി അന്ന് രാവിലെ 6 മണിവരെയും ആ വീട്ടിലുണ്ടായിരുന്നുവെന്ന കാര്യം പോലീസിന് മനസ്സിലായത്. മാത്രമല്ല അവളും ക്രിസ്റ്റീനും കഴിഞ്ഞ ദിവസം രാത്രി ഫോർട്ട് മയേഴ്സിൽ
ബുദ്ധ ലൈവ് എന്ന ഒരു നൈറ്റ് ക്ലബിലേക്ക് പോയിരുന്നു. ഏകദേശം ഒരു 2 മണിക്ക് ശേഷമാണ് ഞാനും JRും ക്രിസ്റ്റിൻ എല്ലാവരും ക്രിസ്റ്റിന്റെ വീട്ടിലേക്ക് വന്നു എന്നും അവൾ പറഞ്ഞു. ഇത് കേട്ട പോലീസ് JRോ അതാരാണ് എന്ന് ചോദിച്ചു. അതിന് സ്റ്റെഫാനി പറഞ്ഞത്, കഴിഞ്ഞ രാത്രി ക്ലബിൽ വെച്ചാണ് ഞങ്ങൾ അവനെ പരിചയപ്പെട്ടത്. കണ്ട കുറച്ചു മിനിറ്റിൽ തന്നെ ഞങ്ങൾ സുഹൃത്തുക്കളായി. അതിനുശേഷം ബാർ അടച്ചു. പിന്നെ ഞങ്ങൾ 3 പേരും ഒരു ക്യാബിൽ ക്രിസ്റ്റിന്റെ വീട്ടിലെത്തി. പിന്നീട് ഞാൻ രാവിലെ എഴുന്നേറ്റ് എന്റെ വീട്ടിലേക്ക് പോയി. അപ്പോഴും അവൻ മാത്രമായിരുന്നു ഇവിടെ ഒറ്റയ്ക്ക് ക്രിസ്റ്റിന്റെ കൂടെ ഉണ്ടായിരുന്നത് എന്നും പറഞ്ഞു. ഇപ്പൊ പോലീസ് ഉടൻ തന്നെ ഈ വേഡ് സ്റ്റീവൻ വിൽസന്റെ CCTV ഫുട്ടേജ് സ്റ്റെഫാനിക്ക് കാണിച്ചു കൊടുത്തു. ഇവനാണോ നിങ്ങൾ പറഞ്ഞ ഈ JR എന്ന് ചോദിച്ചു. ഇപ്പൊ ഒരല്പം പോലും ചിന്തിക്കാതെ അതെ ഇവൻ തന്നെയാണ് JR എന്നും അവൾ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പോലീസ് ടീം തന്നെ ഞെട്ടിപ്പോയി. ആമുഖത്തിൽ നമ്മൾ കണ്ട ഈ മെലീസയോട് അന്വേഷണത്തിനായി വരാൻ പോലീസ് ആവശ്യപ്പെട്ടു. അവളുടെ സുഹൃത്തായ എമ്മി രാവിലെ പോലീസിനോട് ഈ അറ്റാക്കറിനെ കുറിച്ചുള്ള 2 പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകിയല്ലോ. അതിൽ രണ്ടാമത്തെ സൂചനയായിരുന്നു അവന്റെ കറുത്ത നിറത്തിലുള്ള ആ ഒരു കാർ. ഇപ്പൊ ആദ്യത്തെ ക്ലൂവിനെ കുറിച്ച് പോലീസ് വീണ്ടും വിശദമായി അവളോട് ചോദിക്കാൻ തുടങ്ങി. ഇതിന് മെലീസ പറഞ്ഞത്, കഴിഞ്ഞ ദിവസം എന്റെ കാമുകനുമായി എനിക്ക് ചെറിയൊരു വഴക്കുണ്ടായി. പിറ്റേന്ന് രാവിലെ എന്റെ കാമുകനാണ് മറ്റൊരു നമ്പറിൽ നിന്നും എന്നെ വിളിച്ച് മീറ്റ് ചെയ്യാൻ സ്പായുടെ അടുത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടത്. ശരി, ഇപ്പോൾ അറ്റാക്കറിനെ കുറിച്ച് ചോദിക്കുന്നതിന് പകരം എന്തിനു വേണ്ടിയാണ് മെലീസയുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ചോദിക്കുന്നത്? അതിനും ഇതിനും എന്താണ് ബന്ധമുള്ളത്? ബോയ് ഫ്രണ്ടിനും ഇതിനും എന്താണ് ബന്ധം? പോലീസ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊരു സംശയം നിങ്ങൾക്ക് വരാം. കാരണം അന്ന് ഒറ്റ ദിവസത്തിൽ സംഭവിച്ച ഈ 3 കേസിലും പ്രൈം സസ്പെക്റ്റായി തിരയുന്ന ആ ഒരു സൈക്കോ വേഡ് സ്റ്റീവൻ വിൽസൺ മറ്റാരുമല്ല, ഇത്രയും സമയം മെലീസ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവളുടെ ബോയ് ഫ്രണ്ടാണ്. ഉടൻ തന്നെ അവനുള്ള സ്ഥലം കണ്ടെത്തി അവനെ അറസ്റ്റ് ചെയ്ത പോലീസ് ഈ 3 സംഭവങ്ങളെക്കുറിച്ചും അവനോട് ചോദിച്ചപ്പോൾ, അതെ ഞാൻ തന്നെയാണ് ഈ കൊലപാതകങ്ങൾ ചെയ്തത്, അന്നത്തെ ദിവസം മുഴുവനും എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ അവൻ പറയാൻ തുടങ്ങി. 2019 ഒക്ടോബർ മാസം 6. സത്യത്തിൽ അതൊരു വീക്കെൻഡ് ആയതിനാൽ അന്നത്തെ ദിവസം രാത്രി ആസ്വദിക്കാനായി മെലീസ വേഡ് 2 പേരും ബുദ്ധ എന്ന ബാറിലേക്ക് പോയി. ഡാൻസ്, ഡ്രിങ്ക്സ്, ഇങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ആ രാത്രി അവർ എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത് അവർക്കിടയിൽ ഒരു ചെറിയ വഴക്കുണ്ടായി. വാസ്തവത്തിൽ വേഡ് വിൽസൺ ഒരു പരിപരുക്കൻ സ്വഭാവമുള്ളവനാണ്. ദേഷ്യത്തിൽ അവൻ എന്ത് ചെയ്യുമെന്ന് പോലും അറിയില്ല. അതിനാൽ അവൻ മെലീസയോട് ദേഷ്യപ്പെട്ട് മറ്റൊരു ബാറിലേക്ക് പോയി. അവിടെയാണ് വളരെ സന്തോഷത്തോടുകൂടി ഡാൻസ് കളിച്ചുകൊണ്ടിരുന്ന ക്രിസ്റ്റീനെ കണ്ടത്. അവളെ കണ്ടപ്പോൾ തന്നെ അവളോട് എങ്ങനെയെങ്കിലും സംസാരിക്കണം എന്ന് കരുതി അവളോട് നേരിട്ട് ചെന്ന് സംസാരിക്കാൻ തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന ക്രിസ്റ്റീനും അവളുടെ സുഹൃത്തായ സ്റ്റെഫാനിയയും വേഡ് വിൽസനോട് നന്നായി തന്നെ സംസാരിച്ചു. അങ്ങനെ 3 പേരും ഒരു അല്പസമയത്തിൽ തന്നെ നല്ല പരിചയക്കാരായി മാറി. അല്പസമയത്തിനുള്ളിൽ ബാറിന്റെ ക്ലോസിംഗ് ടൈം ആകും. ഇപ്പൊ 3 പേരും ക്യാബിൽ കയറി ക്രിസ്റ്റീന്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ കുറച്ച് സമയം ചിലവഴിച്ച സ്റ്റെഫനി രാവിലെ ഒരു 6 മണിയോട് കൂടി തന്റെ വീട്ടിലേക്കും പോയി. അടുത്ത വീട്ടിലുള്ള ക്രിസ്റ്റീൻ, അവൾക്ക് അന്നത്തെ ദിവസം രാത്രി ഷിഫ്റ്റ് ആയതിനാൽ ഉറങ്ങാനായി തയ്യാറെടുക്കുകയായിരുന്നു. അങ്ങനെ അവൾ ഉറങ്ങാൻ ഒരുങ്ങുമ്പോഴായിരുന്നു വേഡ് വിൽസന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ആ രാക്ഷസൻ പുറത്തേക്ക് വരാൻ തുടങ്ങിയത്. അവൻ വീടിനുള്ളിൽ ഉണ്ടായിരുന്ന ഒരു ഇരുമ്പ് കർട്ടൻ റോഡ് എടുത്ത് യാതൊരു ശബ്ദവും ഇല്ലാതെ ക്രിസ്റ്റീന്റെ അടുത്തേക്ക് പതിയെ പോയി. അപ്രതീക്ഷിതമായ സമയത്ത് അവൻ അവളുടെ തലയിൽ അടിക്കാൻ തുടങ്ങി. അതിൽ അവൾക്ക് ബാലൻസ് നഷ്ടപ്പെട്ട് താഴെ വീണു. ക്രിസ്റ്റീന് വേദന അനുഭവിക്കുന്ന സമയത്ത് അവൻ അവളുടെ കഴുത്തിൽ തുടർച്ചയായി ചവിട്ടി കഴുത്ത് ഞെരിച്ചു തന്നെ ക്രിസ്റ്റീനെ കൊന്നു. എന്നിട്ട് അവളുടെ ഡെഡ് ബോഡി ആ മുറിക്കുള്ളിലെ ഒരു മൂലയിൽ വെച്ചു. അതിനു മുകളിൽ ഒരു കൂട്ടം വസ്ത്രങ്ങൾ കൊണ്ട് മൂടി. എന്നിട്ട് അവൻ അവളുടെ ഫോണും കാറും എടുത്ത് അവിടെ നിന്നും പോയി. എന്നിട്ടാണ് ഈ ക്രിസ്റ്റീന്റെ ഫോണിൽ നിന്നും തുടർച്ചയായി മെലീസയെ വിളിച്ചു. അതുകൊണ്ടാണ് കാമുകൻ മറ്റൊരു നമ്പറിൽ നിന്നും തന്നെ വിളിച്ചു എന്ന കാര്യം അവൻ പോലീസിനോട് പറഞ്ഞത്. അങ്ങനെ അവൾ കോൾ എടുത്തപ്പോൾ അയാൾ അവളോട് സ്പായുടെ അടുത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടു. അവർ കണ്ടുമുട്ടിയപ്പോൾ വേഡ് വിൽസൺ ദേഷ്യപ്പെട്ട് അവളെ ആക്രമിക്കാൻ തുടങ്ങി. പക്ഷെ ഭാഗ്യവശാൽ മെലീസ അവനിൽ നിന്നും രക്ഷപ്പെട്ടു. എന്നാൽ അവിടെ നിന്നും വളരെ ദേഷ്യത്തോടു കൂടി വരികയായിരുന്ന വേഡ് അവളുടെ ഓഫീസിലേക്ക് പോവുകയായിരുന്ന ഡയാനയെ കണ്ടു. അവളെ ഡ്രോപ്പ് ചെയ്യാമെന്നും പറഞ്ഞ് കാറിനകത്തേക്ക് കയറ്റി. പക്ഷെ അതിനുശേഷം ഡയൻ പറഞ്ഞ റൂട്ടിലേക്ക് പോകുന്നതിന് പകരം മറ്റൊരു റൂട്ടിലേക്കായിരുന്നു കാറ് പോയത്. ആൾ സഞ്ചാരമില്ലാത്ത ഒരു പ്രദേശത്തേക്ക് അവളെ കൊണ്ടുപോയി. അങ്ങനെ പോകുന്ന വഴിയിൽ തന്നെ അവൻ അവളെ അറ്റാക്ക് ചെയ്യാനും തുടങ്ങി. ഇതിൽ അവളുടെ മുഖത്ത് ഒരുപാട് പരിക്കേറ്റു. ആ രക്തം കാറിലും തെറിക്കാൻ തുടങ്ങി. ഇപ്പോൾ അവൻ കാറ് ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് കൊണ്ടുപോയി. കാറിനുള്ളിൽ അവളെ ക്രൂരമായി അടിക്കാൻ തുടങ്ങി. ഒരു ഘട്ടത്തിൽ അവൻ അവളെയും കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നു. അങ്ങനെ ഡയൻ മരിച്ചു എന്ന് ചിന്തിച്ച് അവന് കാറിൽ നിന്നും പുറത്തേക്ക് തള്ളിയിടാൻ പോകുമ്പോഴാണ് അവൾക്ക് അപ്പോഴും ജീവനുണ്ടെന്ന് മനസ്സിലായത്.
ഉടൻ തന്നെ അവളെ കാറിൽ നിന്നും പുറത്തേക്ക് തള്ളിയിട്ടിട്ട് നീ ഇതുവരെ മരിച്ചില്ല എന്നും പറഞ്ഞ് ആ കാർ ഓടിച്ച് അവൾക്ക് മുകളിലൂടെ കയറ്റി ഇറക്കാൻ തുടങ്ങി. ഇതിൽ അവളുടെ ചതയും എല്ലുകളും എല്ലാം പൊട്ടാൻ തുടങ്ങി. അവളുടെ കൈ, കാല്, നെഞ്ച്, നട്ടെല്ല് ഇവയെല്ലാം ഓരോന്നായി ഒടിയാൻ തുടങ്ങി. ഏകദേശം 10 തവണ അവളുടെ മേൽ കാറ് കയറ്റി ഇറക്കിയ ശേഷം അവൻ അവളെ കുറ്റിക്കാടിനുള്ളിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവിടെ നിന്നും രക്ഷപ്പെടുന്നു. ഇതുപോലെ അവൻ അന്നത്തെ ദിവസം നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞ് അവന്റെ കുറ്റസമ്മതം പൂർത്തിയാക്കി. ഈ ഒരു കേസ് കോടതിയിലേക്ക് പോകുന്നു. 2024 ഓഗസ്റ്റ് മാസം 27 ഈ കേസിലെ അവസാന വിധി വായിക്കാൻ തുടങ്ങി. ഫോർ ദ സേക്ക് ഓഫ് കില്ലിംഗ്, അതായത് ഈ 2 സ്ത്രീകളെയും കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ യാതൊരു മോട്ടീവും ഇല്ലാതെ ഇങ്ങനെ ക്രൂരമായി കൊന്ന വെയ്ഡ് വിൽസന് മരണശിക്ഷയാണ് ശരിയെന്ന ഒരു പണിഷ്മെന്റ് നൽകി. ഇപ്പൊ ഫ്ലോറിഡയിലുള്ള ജയിലിൽ തന്റെ അവസാന ദിവസങ്ങൾ എണ്ണുകയാണ് കില്ലറായ വെയ്ഡ് വിൽസൺ. നിങ്ങൾ ഈ ഒരു കേസിനെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? നമ്മുടെ ചാനലിൽ ഒരുപാട് മാനസിക രോഗികളെ കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കേസ് മറ്റുള്ളവയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. കാരണം യാതൊരു കാരണവും ഇല്ലാതെ അവൻ ദേഷ്യം കൊണ്ടാണ് ഇത്രയും ക്രൂരമായി തന്നെ ഈ 2 പേരെയും കൊന്നത്. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ കേസുകളെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഏത് കേസിനെ കുറിച്ചാണ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം അതും കമന്റിൽ പറയുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.